യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സാ സഹായനിധിയിലേക്ക് അടിവാർഡ് ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡന്റ് വെൽഫെയർ അസോസിയേഷൻ സമാഹരിച്ച തുക കൈമാറി. വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സാ സഹായനിധിയിലേക്ക് അടിവാർഡ് ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡന്റ് വെൽഫെയർ അസോസിയേഷൻ സമാഹരിച്ച തുക കൈമാറി. ഈ യുവാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി 35 ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിനായി ആന്റണി ജോൺ MLA മുഖ്യ രക്ഷാധികാരിയും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമുൽ ഇസ്മായിൽ, പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളും പിടവൂർ ബദരിയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാൻ എന്നിവർ അടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിച്ചു വരികയാണ്. ഈ ചികിത്സാ സഹായനിധിയിലേക്ക് അടിവാർഡ് ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡന്റ് അസോസിയേഷൻ സമാഹരിച്ച തുകയാണ് ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് നിയാസ് ഇറക്കലിന് കൈമാറിയത്. ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഫൈസൽ MA, പിടവൂർ ഇമാം സിദ്ദീഖ് റഹ്മാനി, സെക്രട്ടറി OK നാസർ, അസോസിയേഷൻ രക്ഷാധികാരിയും പല്ലാരിമംഗലം പഞ്ചായത്ത് മെമ്പറുമായ അബൂബക്കർ മാങ്കുളം, അസോസിയേഷൻ ചാരിറ്റി കോർഡിനേറ്റർ അഷ്റഫ് KK, ടിപ്പർ ഡ്രൈവേഴ്സിന്റെ പ്രതിനിധികളായി ഫൈസാദ് MA, ഷിബു തുടങ്ങിയവരും പങ്കെടുത്തു. നിയാസിന്റെ ചികിത്സാ ധനസഹായം കൈമാറുന്ന ചടങ്ങിലാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ അടിവാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പല്ലാരിമംഗലം പഞ്ചായത്തിലെ മുഴുവൻ ഡ്രൈവേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായ ഒരു സംഘടനയാണ് അടിവാർഡ് ഡ്രൈവേഴ്സ് ഇൻഡിപെൻഡന്റ് വെൽഫെയർ അസോസിയേഷൻ, ദിബ എന്നറിയപ്പെടുന്ന സംഘടന. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ആംബുലൻസ് ഈ അടുത്ത് തന്നെ വാങ്ങിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.